സംസ്കാരത്തിന്റെ എണ്ണമറ്റ ദേവതാ സങ്കേതങ്ങളാണ്, ക്ഷേത്രങ്ങളാണ്. ആ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് തന്ത്രമാണ്, തന്ത്രശാസ്ത്രം. ഭാരതത്തിലെമ്പാടും മറ്റ് ചൈന, തിബറ്റ് അങ്ങനെയൊക്കെയുള്ള മറ്റ് രാജ്യങ്ങളിലും തന്ത്രശാസ്ത്ര പദ്ധതികൾ നടപ്പിലുണ്ട്. കേരളത്തില് തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥത്തിനെ ആസ്പദമാക്കിയാണ് ഇപ്പോൾ തന്ത്രാവിഷ്കാരം നടന്നു വരുന്നത്. ഭാരതമൊട്ടാകെ 12,000-ഓളം തന്ത്രഗ്രന്ഥങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത്രയ്ക്ക് വിപുലമാണ്, അത്രയ്ക്ക് വിപുലമായ ഒരു ശ്രേണിയാണ് തന്ത്രശാസ്ത്രത്തിന് ഭാരതത്തിലുള്ളത്. ആ ഭാരതത്തിൽ അങ്ങനെയുള്ള ഭാരതത്തിലെ തന്ത്രശാസ്ത്ര വഴികളിൽ ഏറ്റവും സംശുദ്ധമാർന്ന തന്ത്രം കേരളത്തിലേതാണെന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും ശുദ്ധതയാണ്. ഇപ്പൊ നമ്മുടെ ആരാധനാക്രമത്തിൽ ക്ഷേത്രത്തിൽ ബനിയനോ ഷർട്ടോ ഒന്നും ഇട്ടുകൊണ്ട് കയറാൻ മേല, കുളിക്കാതെ നമുക്ക് പോകാൻ മേല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വസ്ത്രം ധരിച്ചുകൊണ്ട് നേരെ കയറി പോവാം. നേരിട്ട് ദേവന്റെ പാദത്തിൽ കൊണ്ട് അർച്ചനാദ്രവ്യങ്ങൾ സമർപ്പിക്കാം. നമുക്കിവിടെ അത് പറ്റുമോ? എന്തുകൊണ്ട് നോക്കിയാലും, ഏതൊക്കെ തരത്തിൽ നോക്കിയാലും തന്ത്രത്തിനകത്തുള്ള അതിൻ്റെ വഴികൾ, അതിൻ്റെ ഓരോ സൂക്ഷ്മ അംശങ്ങളും പരിശോധിച്ചാലും ഏറ്റവും ശുദ്ധമാർന്ന ഒരു തന്ത്രപദ്ധതിയാണ് കേരളത്തിലുള്ളത്. അങ്ങനെ കേരളത്തിലുള്ള ആ തന്ത്ര പദ്ധതിക്ക് അടിസ്ഥാനപ്പെട്ടാണ് കേരളത്തിലെ ക്ഷേത്രാരാധന ക്രമം വളരെ പടർന്നു പന്തലിച്ചത്. അതിനു മുമ്പ് തറവാടുകളിൽ, കാവുകളിൽ, സർപ്പക്കാവ് ഉൾപ്പെടെയുള്ള കാവുകളിൽ, അതുപോലെ മുച്ചിലോട്ട്, ഇങ്ങനെയൊക്കെയുള്ള ചില ഭരദേവതാ സങ്കല്പങ്ങൾ, അതുപോലെ വലിയ മല ഈശ്വരനായിട്ട് കാണുക, വലിയ കല്ല് വെച്ച് അതിനെ ഈശ്വര സങ്കല്പത്തിൽ ആരാധിക്കുക, ഇങ്ങനെയുള്ള ക്രമങ്ങളായിരുന്നു. ക്ഷേത്ര സങ്കല്പം, ക്ഷേത്ര സമുച്ചയ സങ്കല്പം, വിഗ്രഹാരാധനാ സങ്കല്പം, പ്രതീകോപാസനാ സങ്കല്പം നിലവിൽ വന്നതിന് ശേഷം ഏതാണ്ട് കൊല്ലവർഷം ആരംഭം എന്നൊക്കെ പറയുന്നുണ്ട് ചരിത്രത്തിൽ പല എഴുത്തുകാർ. അതിനുശേഷം ക്ഷേത്ര സമുച്ചയ സങ്കല്പം സർവദാ വ്യാപരിച്ചു വന്നപ്പോൾ ഉണ്ടായിരത്തിനെ നിലനിന്നിരുന്ന തന്ത്ര പദ്ധതി അതിനെ സ്വാംശീകരിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ ഉള്ളടക്കങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ കേരളത്തിൻ്റെതായ ഒരു തന്ത്ര പദ്ധതി ആവിഷ്കരിക്കപ്പെടുകയും പരശുരാമ കൽപ്പസൂത്രം മുതലായ അതിനു മുമ്പുള്ള താന്ത്രിക ഗ്രന്ഥങ്ങളെ എല്ലാം അപഗ്രഥിച്ച് അതിൽ നിന്ന് കേരളത്തിൻ്റെതായ അടിസ്ഥാനപരമായി കൊണ്ടുപോകാവുന്ന ഒരു തന്ത്രപദ്ധതി ആവിഷ്കരിക്കപ്പെട്ടു. അത് പല കാലങ്ങളിലായി പകർന്ന് പന്തലിച്ച് വന്നപ്പോൾ അതിനൊരു ശോഷണം സംഭവിച്ചു ഇടക്കാലം കൊണ്ട്. ഇപ്പോൾ 1427 കോഴിക്കോട് സാമൂതിരിയുടെ വിദ്വത് സദസ്സിലെ 18 കവികളിൽ ഒരാളായ ചേന്നാസ് മനിക്കൽ നാരായണൻ നമ്പൂതിരിപ്പാട് തന്ത്രസമുച്ചയം എന്ന ഒരു തന്ത്രഗ്രന്ഥം ആവിഷ്കരിക്കപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഏതാണ്ട് 600ഓളം വർഷങ്ങളായി ആ തന്ത്രഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളത്തിലെ തന്ത്രിമാർ, താഴ്വണായാലും കർണനെല്ലൂരായാലും ഏത് തന്ത്രിയായാലും ഇപ്പോൾ അടക്കി വെച്ച് ആ ക്രിയാപദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് തന്ത്രസമുച്ചയ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ തന്ത്രഗ്രന്ഥത്തിൽ പൂജ അവസരത്തിൽ, ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ ചടങ്ങെന്ന് പറയുന്നത് പൂജയാണ്. ആ പൂജ അവസരത്തിൽ ദേവന് പല വിധങ്ങളായ ഉപചാരങ്ങളെ കൊണ്ട് പൂജ ക്രമം നടത്തി വന്ന് അവസാനം പ്രസന്ന പൂജ അവസരത്തിൽ ദേവനെ സന്തോഷിപ്പിക്കുന്നതായിട്ട്, അതായത് അമൃതവർഷണം, പൂജയൊക്കെ സ്വീകരിച്ച് ദേവൻ സംപ്രീതനായി പൂജ അവസാന സമയത്ത് നടയടച്ച് പൂജയുണ്ട്. അപ്പം അതിൻ്റെ ക്രമമായി ആവിഷ്കരിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് ക്ഷേത്ര അനുഷ്ഠാന ബാധ്യ സമർപ്പണം ഇന്നിപ്പോൾ നമുക്ക് വ്യക്തമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഒരു അടിസ്ഥാനപരമായ രേഖ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്
വ്യക്തമാക്കാൻ സാധിക്കും. അതിനു മുമ്പുള്ള പരശുരാമകൽപ്പസൂത്രവും ഒന്നും വായിച്ചാൽ നമുക്ക് മനസ്സിലാകുകയില്ല. തന്ത്രസമുച്ചയവും സംസ്കൃതമാണ്. അതിനു മുമ്പുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം ഈ വസ്തുത ഉണ്ടായിരുന്നു. അതിൻ്റെതായ പ്രാകൃത രൂപങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു കേരളത്തിൻ്റെ സാംസ്കാരിക ഘടനാപരമായ സാമൂഹ്യ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് 1427 ആവിഷ്കരിക്കപ്പെട്ട ഒരു തന്ത്രപദ്ധതിയാണ് തന്ത്രസമുച്ചയം. അതിലിങ്ങനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്ന അവസരത്തിൽ ഇങ്ങനെ നൃത്തഗീത വാദ്യാദികളെ കൊണ്ട് ദേവനെ സന്തോഷിക്കൂ എന്ന് പറയുന്നു, ശ്ലോകത്തിൽ പറയുന്നു. അതിനു മുമ്പുള്ള പരശുരാമകൽപ്പസൂത്രം അതിനകത്തൊക്കെ ഇതുണ്ട്. അത് അന്നത്തെ കാലത്തുള്ള അടിസ്ഥാനപരമായ വശങ്ങളിലൂടെയാണ് അന്ന് ആവിഷ്കരിച്ചിരുന്നത്. ചിലപ്പോൾ ഇന്നത്തെ ഇടയ്ക്ക് ആയിരുന്നില്ലായിരിക്കാം. അന്ന് ഭേരി അങ്ങനെയൊക്കെയുള്ള പേരുകളായിരുന്നു അതിന് ഉപയോഗിച്ചത്. ചെണ്ട, തിമിര ഇതൊന്നും അന്നില്ല. ഭേരി, നന്ദുണി ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ പ്രാക്തന രൂപങ്ങൾ. ഈ തന്ത്ര സമുച്ചയ ആവിഷ്കാരം വന്നപ്പോൾ അതിനനുബന്ധമായി അന്നത്തെ പൂർവിക ആചാര്യർ ഈ രംഗത്ത്, അതായത് താന്ത്രികരോടൊപ്പം ഈ വാദ്യകലാനുഷ്ഠാന സമർപ്പണത്തിന്റെ ആചാര്യന്മാരും ചേർന്ന് സംയുക്തമായി ആവിഷ്കരിക്കപ്പെട്ട ഒരു പദ്ധതിയിലാണ് ഇന്നും കേരളത്തിൽ ഈ അനുഷ്ഠാന വാദ്യകലാ സമർപ്പണം നടന്നു വരുന്നത്. പൂജയുടെ ഓരോ ഘട്ടങ്ങളിലും അതുപോലെ തന്നെ ഉത്സവ പ്രബന്ധം തന്ത്രസമുച്ചയത്തിൽ പല താളുകളിലും ഈ വസ്തുത വ്യക്തമാക്കി വിശദീകരിച്ചിട്ടുണ്ട്, ശ്ലോകങ്ങളിലുമല്ല. ഇപ്പൊ ഇതിന് പൗരാണികമായിട്ടുള്ള തലം നമ്മൾ പറയുമ്പോൾ